നമ്മളുടെ ആചാര്യന്മാരും മക്കളോട് പറഞ്ഞു കൊടുക്കണം. അമ്മയും അച്ഛനും ഗുരുവും എല്ലാമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവര്, നമ്മളുടെ കൺകണ്ട ദൈവം. നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ ബന്ധുമിത്രാദികളാണ്. നമ്മുടെ നാട് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വെയിൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ മഴ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഈ ട്രാഫിക് ബ്ലോക്ക് പോലും എന്നെ എന്തോ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം സർവ്വസന്നാഹവുമായിട്ട് നിൽക്കുന്നത് എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം നിനക്കെതിരാണ് ഈ പ്രപഞ്ചം എന്ന് പഠിപ്പിക്കുന്നത് ആരാണ്? അതാണോ ആത്മീയവാദം? ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമുള്ള അർത്ഥം. ആത്മീയത എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തും അറിവെന്ന് മാത്രമുള്ള അർത്ഥം, അല്ലാതെ അജ്ഞത കുത്തി നിറയ്ക്കലല്ല ആത്മീയത, അന്ധവിശ്വാസമല്ല ആത്മീയത. അപ്പോൾ കരിയും കരിമരുന്ന് പ്രയോഗവും ക്ഷേത്രങ്ങളിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ സംവിധാനം നൂറ്റാണ്ടുകളായിട്ട് ഈ ക്ഷേത്ര സംവിധാനത്തെയും ആരാധനാ സംവിധാനത്തെയും നമ്മുടെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തച്ചു തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ എല്ലാ സത്വവും നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായിട്ട് കൃത്യമായ അജണ്ടയിലൂടെ സഞ്ചരിച്ച് എവിടേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മളുടെ ആചരണ പദ്ധതികൾ മാറുകയാണ്, ക്ഷേത്ര സംവിധാനങ്ങൾ മാറുകയാണ്, പ്രാർത്ഥനാ ഹാളുകളായിട്ട് ഓരോ ശ്രീകോവിലുകളും മാറുകയാണ്. അതായത് നമുക്കിപ്പോ കൃഷിയിടങ്ങൾ പോലും ഇല്ലല്ലോ. ഇല്ല. നമ്മുടെ ആചാര്യന്മാർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു ചീര കുഴിച്ചു വെക്കിട്ടോന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങ് ഇല്ല. ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സയൻസിന്റെ പുസ്തകം വായിക്കൂ, നിങ്ങൾ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കൂ. ഏതെങ്കിലും ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങ് പറ, നിഷ്പക്ഷമായിട്ട് പറ. ഇപ്പൊ കേരളത്തിലുള്ളവര് നിങ്ങളെല്ലാ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യണം, സയൻസ് പഠിക്കണം, സർവ ശാസ്ത്രവും നമ്മൾ പഠിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശരിയാണത്. നമ്മളുടെ ായിട്ട് ഉള്ള വിഷയത്തിലാണ്, ആ കാരണത്താലാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷെ അത് വളരെ വിദൂരങ്ങളിലേക്ക്, വളരെ പിന്നാമ്പുറങ്ങളിലേക്ക്, വളരെ അഗാധ തലങ്ങളിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നവർ മാറിയിട്ടുണ്ട്. അത് ഒരു വിഭാഗമല്ല, എല്ലാ വിഭാഗവും, ക്ഷേത്രത്തിനുള്ളിലുള്ളവരും ക്ഷേത്രത്തിന് പുറത്തുള്ളവരും അതിനപ്പുറത്തേക്ക് വാനപ്രസ്ഥം കഴിഞ്ഞ അങ്ങ് സമൂഹത്തെ മുഴുവനും ഉപദേശ രൂപേണ നന്നാക്കേണ്ടവരും ഒക്കെ ഈ നീരാളിപ്പിടുത്തത്തിൽ, ഈ ഏതോ വൻ ശക്തിയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് അവരുടെ വക്താക്കളായി മാറിയിട്ടില്ലേ നല്ലൊരു സമൂഹം എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയം. ഈ നമ്മുടെ ആചാര്യന്മാർക്ക് എന്താ പറ്റിയേക്കണെന്നും കൂടി പറഞ്ഞിട്ടേക്കുക. 1 or 2 ടെസ്റ്റുകൾ മാത്രമാണ് ഇവര് മനഃപ്പാഠമാക്കുന്നത്. ഭാരതത്തിന്റെ ഇതിഹാസങ്ങളോ പുരാണങ്ങളിലോ പെട്ട, അല്ലെങ്കിൽ വേദങ്ങളിലോ പെട്ട 1 or 2 ടെസ്റ്റുകൾ മാത്രമാണ് ഇവര് ഹൃദിസ്ഥമാക്കുന്നത്. അതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭാഗവതം കൈകാര്യം ചെയ്യുന്ന ഒരു ആചാര്യനോട് ചോദിച്ചാൽ ലോകത്തിലെ സർവ്വതും ഭാഗവതത്തിലുണ്ടെന്നാ പറഞ്ഞു കൊടുക്കുന്നത്. സർവ്വതും മരുന്ന് ഭാഗവതാന്നാ പറയുന്നത്. അപ്പോ നമ്മള് രാമായണം പാരായണം ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാലോ, സർവ്വതും രാമായണത്തിലുണ്ടെന്നാ പറയുക. ഇത് ഇവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞല്ല മക്കളെ പഠിപ്പിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ ചരിത്രം, ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സംഭവിച്ചത് എന്നാണ് അർത്ഥം. ഇത് സംഭവ്യമാണ്. അത് വളരെ ഭക്തിയോട് കാണേണ്ട ചരിത്രമാണ് ഭാരതത്തിന്റെ എന്ന് പറയുന്നതിന് പകരം അതിനെന്ത് പരിവേഷമാണ് കൊടുത്ത് പാരായണം ചെയ്യിപ്പിക്കുന്നതെന്ന് അങ്ങൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശരിയാ ആണോ? കൃഷ്ണൻ ഇവിടെ ജീവിച്ച് ഈ ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ച് മറഞ്ഞ ആളാണ്. സർവ്വവേദങ്ങൾക്കും അധികാരിയായി ഇവിടെ ജീവിച്ച് ഈ അക്ഷരങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരത്തെ കണ്ടെത്തിയ ആ അറിവിന്റെ അവതാരമാണ് ശ്രീരാമൻ. പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് നമ്മുടെ ആചാര്യന്മാര്? അങ്ങ് പറ. 4 നേരവും അന്നം കൊടുക്കുന്നതിന് അപ്പുറം അന്ധവിശ്വാസത്തെ കുത്തി നിറച്ച് അവരുടെ ബ്രെയിൻ നിറച്ച് നെഗറ്റീവ് എനർജി മാത്രം കയറ്റി വെച്ചിരിക്കുക. അച്ഛനും അമ്മയും ഇതല്ല, എവിടെയോ തുടുത്തു സുന്ദരമായിട്ട് ഇരിക്കുകയാണ് അച്ഛനും അമ്മയും. സ്വന്തം എന്ന് വെച്ചാൽ മുജ്ജന്മം വേറെ എവിടെയാണ്. നമ്മൾ ഈ ജന്മത്തില് ഇവിടെ വാടകക്കാരാണ്. കൂട് വിട്ട് കൂടുമാറുന്ന പോലെ ആത്മാവ് കൂടുമാറിക്കൊണ്ടിരിക്കുക, വേറെ ശരീരത്തിൽ നിന്ന് വേറെ ശരീരത്തിലേക്ക്. അമ്മയെ അച്ഛനെയും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവകാശം നമുക്കുണ്ടെന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഏറ്റവും പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആചാര്യന്മാര് ഇത് ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. ഈ തലമുറ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ, ഈ നാടിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ നന്മയില്ലാത്ത ഒരു ലോകത്തെ നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നന്മയുമില്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു ലോകക്രമം നമ്മൾ ഇന്ന് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു രീതിയിലേക്ക് ഈ ലോകത്തെ എത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇത് തിരിച്ചറിയണം. ഞങ്ങളുടെ രാഷ്ട്രീയം ശരിയല്ല. ഇവിടുത്തെ ആത്മീയാചാര്യന്മാർ എല്ലാ മതത്തിൽപ്പെട്ടവരെ ഒരുമിച്ച് പറയുക, നിങ്ങൾ ചെയ്യുന്നത് എത്രമാത്രം പാപമാണ് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇവിടെ സുന്നത്ത് കർമ്മം തൊട്ട് തുടങ്ങും. കുട്ടികളോടുള്ള വിവേചനം, കുട്ടികളെ ഉപയോഗിക്കുകയാണ് എല്ലാ രീതിയിലും, എല്ലാ മതങ്ങളും. അവരുടെ സ്വകാര്യതകളിൽ പോലും കയറി ചെല്ലുകയാണ്. മതങ്ങൾ ഇടപെടുന്നത് എവിടെയൊക്കെയായിരുന്നു നേരത്തെയെങ്കിൽ, ഇന്ന് മതങ്ങൾ എവിടെയൊക്കെ ഇടപെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ആചാര്യന്മാര് മതവാദികളായിട്ട് മാറുകയാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആശങ്ക. മതമാണ്, മതസമ്മേളനങ്ങൾ നടത്തുകയാണ് ഹിന്ദുക്കള്. ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രവിശ്വാസികള് മതസമ്മേളനങ്ങൾ നടത്തുകയാണ്. ആരുടെ മതം? ഇവിടുത്തെ ആചാര്യന്മാരുടെ ഉത്തരം പറയണം. നമ്മള് ഈ വിഷയം ചർച്ച ചെയ്താൽ വലിയ നീണ്ടു പോകും. ഈ ഹൈന്ദവീയത എന്ന് പറഞ്ഞാൽ മതമാണോ? മതസമ്മേളനം, ഹിന്ദു മതസമ്മേളനം നടത്താനായിട്ട് ഹൈന്ദവീയത മതമാണോ? മതങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മതങ്ങളുടെ മാതാവാണോ ഭാരതം, അതെയോ വേദത്തിന്റെ മാതാവാണോ ഭാരതം? ഇത് ഇവിടുത്തെ ആചാര്യന്മാർ പറയണം. അറിവിന്റെ മാതാവ് തന്നെയാണ് ഭാരതം. ആണോ? അപ്പോ മതങ്ങളുടെ മാതാവാണ് ഹിന്ദു മതമെന്നും മതങ്ങളുടെ മാതാവാണ് ഭാരതമെന്നും ഒക്കെയാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അങ്ങ് പലപ്പോഴും ചെയ്തിരിക്കുന്നത് പോലെ, പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് പോലെ, പലപ്പോഴും മനസ്സിലാക്കി തന്നിരിക്കുന്നത് പോലെ, മതം എന്നാൽ അഭിപ്രായം മാത്രമാണെന്ന് ഇവിടുത്തെ ആചാര്യന്മാര് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ തന്നെ പകുതി ആശ്വാസമാകും. തീർച്ചയായിട്ടും. അഭിപ്രായങ്ങളല്ല മതങ്ങളല്ല ഇവിടെ വേണ്ടത്, അറിവാണ് വേണ്ടത്. അറിവാണ് വേണ്ടതെങ്കിൽ നമ്മുടെ മക്കളെ ശാസ്ത്രമാണ് പഠിക്കേണ്ടത്. ഈ അഭിപ്രായങ്ങളാകുന്ന മതങ്ങളുടെ മാതൃസ്ഥാനമല്ല ഇവിടെ ഭാരതം എന്നും കൂടെ അവർ പറയണം. തീർച്ചയായിട്ടും. ലോകത്തിലെ മുഴുവൻ അറിവും ചേർത്ത് വെച്ചിരിക്കുന്ന വേദത്തിന്റെ മാതാവാണ് ഭാരതം. അറിവ് അമ്മയാണ്. എങ്ങനെയാണ് അറിവ് അമ്മയാകുന്നതെന്നും കൂടി നമ്മൾ അറിയണം. ഇവിടെ ഒരു പ്രത്യേക തലത്തിലാണ് നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ തന്നെയാണ് എത്തിയത്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ്. എന്താണ് സത്യം, എന്താണ് അറിവ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെയും, തന്നെയുമല്ല ആര് പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്, എന്തു പറയുന്നു എന്നുള്ളതല്ല ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പോപ്പുലാരിറ്റിയുള്ള ആളുകൾ പറഞ്ഞാൽ അത് ശരിയെന്ന് വിചാരിക്കുന്ന മനോതലത്തിലേക്ക് നൂറ്റാണ്ടുകളായി നമ്മുടെ ജനതയെ എത്തിച്ചു വെച്ചിരിക്കുക. അപ്പൊ അറിവ് പറഞ്ഞാൽ അത് അറിവാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ശേഷി നഷ്ടപ്പെടുന്നു മയക്കുമരുന്നിലൂടെയും ഈ പറഞ്ഞ മതമാഫിയകളിലൂടെയും. അഭിപ്രായ മാഫിയ, മതമാഫിയ അല്ലേ? ഈ മാഫിയയ്ക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന മറ്റൊരു മാഫിയയാണ് ഈ അഭിപ്രായ മാഫിയ, മതം. ഇതൊരു മാഫിയ ആണെന്ന് നമ്മൾ തെളിച്ച് പറയേണ്ടിയിരിക്കുന്നു. അതെ, അതിനേക്കാളും അതിൽ തന്നെ ഒരു മാഫിയയും കൂടിയുണ്ട്. അതും കൂടി പറയാം. അതായത് ഭക്തിയുടെ ലഹരി. 1,00,000 മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സർവ്വതും സാധിക്കും എന്ന് പറയുന്ന ഭ്രാന്തമായിട്ടുള്ള, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, ജപിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം. ജപിച്ചുകൊണ്ടിരുന്നാൽ മതിയോ കേരളത്തിലുള്ളവർ മുഴുവനും കൂടി നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെ? ഇവിടുത്തെ ഡോക്ടേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇവിടുത്തെ പോലീസ് സേന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇവിടുത്തെ അധ്യാപകർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഇവിടുത്തെ സർവ്വജനങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? എന്താണ് പ്രാർത്ഥന? നമ്മളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ആരപേക്ഷിക്കണം? പഠിക്കണം, നമ്മൾ അറിയണം, നമ്മുടെ വരും തലമുറ അറിയണം. പ്രാർത്ഥിക്കുന്നവരല്ല, പ്രവർത്തിക്കുന്നവരാവണം, യജിക്കുന്നവരാവണം. പ്രാർത്ഥിക്കുന്നവരുടെ, അപേക്ഷിക്കുന്നവരുടെ മുഴുവൻ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുവാനുള്ള കരുത്തുള്ള ഭാരതീയരായിട്ട് നമുക്ക് വളരേണ്ടതുണ്ട്. നമ്മൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാവേണ്ടതുണ്ട്. ശാസ്ത്രത്തിന്റെ പിൻബലമാണ് നമുക്ക് ആവശ്യം, മതങ്ങളുടെ പിൻബലമല്ല. അഭിപ്രായങ്ങളുടെ പിൻബലത്തിലല്ല നമ്മളുടെ വേദം പടുത്തുയർത്തിയിരിക്കുന്നത്. അറിവിലാണെന്നുള്ള ആചാര്യന്മാര് ആദ്യം പഠിക്കണം. അറിവാണ് പറയേണ്ടത്.
യുഗങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ശ്രീരാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നമ്മളെ ിക്കുന്ന ദൈവമൂർത്തിയായിട്ട് ദൈവതുല്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തിത്വങ്ങൾ ഐതിഹ്യങ്ങളായിട്ടുണ്ട്. അതിൽ നിന്നാൽ പോലും സമീപകാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്കുള്ളിൽ നമ്മളെ നയിച്ച് പല യുഗ ആചാര്യന്മാരും ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പ്രവൃത്തിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇന്നിപ്പോ നമുക്ക് ഉദാഹരണമായി അങ്ങനെ തന്നെ പറയാൻ പറ്റുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ രാഷ്ട്രത്തില് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ അദ്ദേഹം പ്രാർത്ഥനയല്ല കൂടുതൽ സമയം പ്രവൃത്തിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പ്രാർത്ഥനയല്ല, പ്രാർത്ഥിക്കാനല്ല, ഭാരതീയരോടൊന്നല്ല, ലോകത്തിലെ മനുഷ്യരോട് മനുഷ്യൻ ചെയ്യുവാൻ ശേഷിയുള്ള മനനശാലികളായിട്ടുള്ള മനുഷ്യരോട് യജ്ഞിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, യജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്രയത്നിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ലാസ്റ്റ് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ചെയ്യേണ്ടത്. അപേക്ഷിക്കുക, യാചിക്കുക, യജിക്കുന്നവരാകാനാണ് ഭാരതീയരോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവും നമുക്ക് ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ട് മുഴുവൻ പ്രാർത്ഥനകളെയും സ്വീകരിക്കുന്ന വലിയ ഒരു മനുഷ്യനായിട്ട് മാനവരുടെ ഏറ്റവും ശ്രേഷ്ഠ അവതാരമായിട്ട് മാറുകയാണ്. ഇതൊരു പ്രാർത്ഥനാ യുഗം പോലെയാവുകയാണ്. ശബരിമല വേദ രഹസ്യം ഉൾപ്പെടെ, ശ്രീ ക്ഷേത്രത്തിന്റെ രഹസ്യം ഉൾപ്പെടെ ഇവിടുത്തെ പല കാര്യങ്ങളെ കുറിച്ചും അങ്ങ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. നൂറുകണക്കിന് വീഡിയോകളുണ്ട് പല കാര്യങ്ങളെ കുറിച്ചും. ഇവിടുത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ളവര് അത് പറഞ്ഞതൊന്നും ശരിയല്ലെങ്കിൽ ഇവിടുത്തെ ആചാര്യവൃന്ദം ഒന്നടങ്കമോ ഒറ്റയ്ക്കോ ശാസനാരൂപത്തിലെങ്കിലും ഇതിനെ വിമർശിക്കേണ്ടിയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതല്ല കേട്ടോ ശരി, ഇന്നതാണ് ശരി. മൗനം ശരിയല്ല. അതെ, തീർച്ചയായിട്ടും അവരത് പറയണം. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതും തെറ്റുണ്ടെങ്കിൽ പറയണം, തിരുത്തണം. നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശരിയല്ല, ഇതാണ് ശരി, ഇതാണ് അറിവ് എന്ന് അവര് തിരുത്തി പറയേണ്ടതുണ്ട്. നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്ന ശരിയല്ല ആണല്ലേ ഉള്ളൂ, ശരിയാകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമുക്ക് ഇതുപോലെ സംസാരിക്കേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഭാഷ്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഇത് പറയേണ്ടത് കുറേ ദിവസങ്ങളായിട്ടുള്ള നമ്മളുടെ ആചാര്യന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് ഇത് കാണുന്നത്. അതിന് ലൈക്ക് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് പേരാണ്. ആയിരക്കണക്കിന് പേരാണ് ഇവരുടെ ഈ വാദങ്ങളെ, ഈ അഭിപ്രായങ്ങളെ വേദപ്രമാണങ്ങളായിട്ട് എടുക്കുന്നത്. നമ്മളുടെ ആചാര്യന്മാരുടെ വാക്കുകളെ, അഭിപ്രായങ്ങളെ, അറിവില്ലാത്ത കാര്യമായിരിക്കുന്ന ഈ അഭിപ്രായങ്ങളെ വേദപ്രമാണങ്ങളായിട്ട് എടുക്കുന്നത് ഇവിടുത്തെ സാധാരണ ഒന്നും അറിയാത്ത ജനതയാണ്. ആ ജനത എങ്ങോട്ടാണ് യാത്ര ചെയ്തെത്തുന്നേ? ആപത്തിലേക്കല്ലേ? അതെ, ഇവിടുത്തെ ജനതയോട് എന്തും കഴിച്ചോളൂ, നിങ്ങൾ ധാരാളം മാംസം കഴിച്ചോളൂ എന്ന് പറയുന്നത് നമ്മുടെ ആചാര്യന്മാരാണ്. ആ ഇഷ്ടം പോലെ നമ്മളുടെ ഋഷീശ്വരന്മാരും മഹർഷിമാരും എല്ലാം ഇഷ്ടം പോലെ മാംസങ്ങൾ കഴിച്ചിരുന്നു. നിങ്ങൾ കഴിച്ചോളൂ, ശവം കഴിച്ചോളൂ എന്ന് പറയുക. ശരിക്കും പറഞ്ഞാല് നിർമ്മലാനന്ദഗിരി സ്വാമിജി ഉണ്ടല്ലോ, സ്വർഗീയ നിർമ്മലാനന്ദഗിരി സ്വാമിജി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കും. ഈ ചൈനീസ് ഭക്ഷണമാണ് നമ്മളുടെ നാട്ടിൽ ക്യാൻസർ വിതറുന്നത്, ആ ചൈനീസ് ഭാഷ്യമാണ് നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മളുടെ തലമുറയെ തകർക്കാൻ പോകുന്നതെന്ന് എന്നും വാദിച്ചുകൊണ്ടിരുന്ന ആ നിർമ്മലാനന്ദ ഗിരിജി ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പല ആചാര്യന്മാരും ഇത്തരത്തിൽ ഈ അബദ്ധ പഞ്ചാംഗങ്ങൾ വിളമ്പുമായിരുന്നില്ല. നമ്മളുടെ ഭക്ഷണ രീതിയാണ് നമ്മുടെ സംസ്കാരം, നമ്മളുടെ ആമാശയങ്ങളാണ് ആശയങ്ങളെ സൃഷ്ടിക്കുന്നത്. നല്ല ആമാശയങ്ങളിലൂടെ നല്ല ആശയങ്ങളെ കണ്ടെത്തൂ. ഭാരതത്തിന്റെ ഉയർച്ച സർവ്വരാഷ്ട്രങ്ങളെയും സന്തോഷിപ്പിക്കും. നിങ്ങൾ സർവ്വലോകത്തെയും സ്നേഹിക്കുന്നവരാകൂ. ആമാശയത്തിലൂടെ നല്ല ആശയങ്ങളെ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഈ പരം വൈഭവത്തിലേക്ക് ഈ ലോകത്തെ ഉയർത്തൂ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ മാംസം കഴിച്ചോളൂ എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ടായതാണ് നമ്മുടെ നാടിനെ ഇത്രയും തകർത്തത്. നമുക്ക് തോന്നിയിട്ടില്ലേ? ഇത്തരം വിഷമം പിടിച്ച സങ്കടം കൊണ്ടാണ് ഇത്തരത്തിൽ
സത്യങ്ങൾ അങ്ങയോട് ഞാൻ ചോദിച്ചത്. അങ്ങ് അതിന് ഉത്തരവും തന്നു. പക്ഷെ നല്ല വിഷമമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിലും. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും ഇത്രയും നമ്മള് എന്താ പറയുക, വികാരം കൊണ്ട് സംസാരിക്കുന്നതിലും എല്ലാം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ ക്ഷേത്ര സംവിധാനങ്ങൾ പാടെ മാറുകയാണ്. ബിരിയാണി ചെമ്പ് എന്നാണ് വാങ്ങിക്കുന്നത് എന്നാണ്, അതായത് എന്ന് ക്ഷേത്രങ്ങളിൽ ബിരിയാണി ചെമ്പ് വാങ്ങിക്കും. അല്ല, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടുപുരയിൽ നടത്തിയല്ലോ അത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലും നടത്തിയല്ലോ. ആറാട്ടുപുരയിൽ നടത്തി. അതെ. ഇപ്പോ ഇത്തരം ഭക്ഷണ രീതികൾ നമ്മളെ എവിടെ എത്തിക്കും? അവിടെയൊന്നും ഇവിടുത്തെ മൃഗസ്നേഹികളൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ മൃഗങ്ങളെ കൊന്ന് തിന്ന് പാചകം ചെയ്ത് കഴിച്ച സമയത്ത് ഇവിടുത്തെ മൃഗസ്നേഹികളൊന്നും അവിടെ ഇല്ലായിരുന്നു. നമ്മളുടെ ആചാര്യന്മാര് ജനങ്ങളെ ഒന്നും പഠിപ്പിക്കേണ്ടതില്ല, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷയാണ് വെക്കാനുള്ളത്. അത് എത്ര വലിയ ആചാര്യന്മാരായാലും എത്ര ചെറിയ ആചാര്യന്മാരായാലും നമ്മളുടെ ഭാഷ്യങ്ങള് ജനങ്ങൾ ആസ്വദിക്കുന്ന രീതിയിൽ, അവരെ കാണുമ്പോൾ തന്നെ ആനന്ദത്താൽ കണ്ണ് നിറയുന്ന രീതിയിൽ, മനം നിറയുന്ന രീതിയിൽ അറിവ് പകരുന്നവരും അറിവിനാൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവരുമായിട്ട് മാറണം. അഭിപ്രായങ്ങൾക്കല്ല ഭാരതത്തിൽ സ്ഥാനം, അറിവിനാണ്. മതങ്ങൾക്കല്ല ഭാരതത്തിൽ സ്ഥാനം, ശാസ്ത്രത്തിനാണ്. ശാസ്ത്രത്തെ ഉപേക്ഷിക്കൂ, ശാസ്ത്രത്തെ ധരിക്കൂ എന്ന് വേദമന്ത്രം മുഴങ്ങുന്ന ശബരി പീഠമുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ അത്തരം ആ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, ശാസ്താവിൽ വിശ്വസിക്കുന്ന, ശാസ്താവിൽ വിലയം പ്രാപിക്കുന്ന അയ്യപ്പന്മാരായി അറിവുള്ളവരായി മാറുന്ന മാനവരുള്ള ലോകത്താണ് ഈ അജ്ഞത വിളമ്പുന്നത്. ആചാരങ്ങളുടെ അർത്ഥം പോലും അറിയാതെ അനാചാരങ്ങൾക്ക് കുടപിടിക്കുന്ന അമ്മയെ തെറിവിളിപ്പിക്കുന്ന ഈ സംസ്കാരം, ഇതാണ് മാറേണ്ടത്. പദസമ്പത്തുള്ള ഇന്ന് ലോകത്തിൽ നിലവിലുള്ള 6500 ഭാഷകൾ ഉള്ളതില് നമ്മുടെ ചാത്തങ്കാവുകളിൽ ഉറഞ്ഞു തുള്ളുന്നവര് പറയുന്ന ഭാഷ, അത് ഏത് ഭാഷയാണെന്ന് ഇവിടുത്തെ ആചാര്യന്മാര് ജനങ്ങളെ പറഞ്ഞു കൊടുക്കണ്ടേ? അത് ഏത് ഭാഷയാണ്, ആ ഭാഷ എന്താണ് ഇവിടുത്തെ ജനതയെ പഠിപ്പിക്കുന്നത്, അതും പറഞ്ഞു കൊടുക്കണം. വളരെ നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് സങ്കടത്തോടു കൂടിയാണ് ഇന്ന് അങ്ങോട്ട് ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചത്. എനിക്ക് അതിലേറെ സങ്കടമുണ്ട്. കാരണം നമ്മള് ഗുരു തുല്യമായിട്ട് ആരാധിക്കുന്ന, പാദങ്ങൾ തൊഴുത് ജീവിക്കേണ്ട രീതിയിൽ ഞാനൊക്കെ ഗുരുഭക്തിയോടെ ദൈവതുല്യം കാണുന്ന ആചാര്യന്മാരുൾപ്പെടെയുള്ള പലരും ഇന്ന് പ്രസംഗിക്കുന്നതും പരിഹസിക്കുന്നതും കാണുമ്പോൾ നമ്മള് ഇത്തരമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, ഇതേ രീതിയിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. അതാ ഇത്രയും പറയേണ്ട വന്നത്. അത്ര മനസ്സിൽ ചുട്ടുപൊള്ളുകയാണ് ഇവരുടെ വാക്കുകൾ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഒരു കൊച്ചു ചോദ്യം ചോദിച്ചാലും അതിനെ അവഹേളിച്ച് ഉത്തരം പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ആചാര്യന്മാർ മാറിയിരിക്കുന്നു. നാസ്തികവാദം ഇവരുടെ നാവുകളിൽ പിടിമുറക്കിയിരിക്കുന്നു. നാസ്തികതയുടെ ഒന്നാമത്തെ ലക്ഷണം പരിഹാസമാണ്. ആ പരിഹാസം നമ്മുടെ ആചാര്യവൃന്ദത്തിന്റെ നാവുകളിൽ ഉടക്കിയിരിക്കുന്നു. വളരെ നന്ദി സന്തോഷി, വളരെ നന്ദി. നമസ്തേ. This program sponsored by Ozhikarod Gold and Diamonds, ബ്രഹ്മമംഗലം. സ്റ്റാർ ഫർണിച്ചർ വടകര. കമ്പനി വിലയ്ക്ക് ഫർണിച്ചർ സ്വന്തമാക്കാൻ സ്റ്റാർ ഫർണിച്ചർ വടകര.